നമസ്കാരം. എന്നാലും ഇതിനൊക്കെ എങ്ങനെ മനസ്സ് വന്നു എൻ്റെ സതീശ? അല്ലെങ്കിലും മനസ്സുണ്ടല്ലോ. പാവത്തിനെ തകർത്ത് തരിപ്പണമാക്കാൻ ഇനിയിപ്പോൾ വീടിൻ്റെ ഏതൊക്കെ മൂലയിൽ എത്ര തേങ്ങ കുഴിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. ഇപ്പോൾ ഒന്നിലും ചവിട്ടാതെയും മറികടക്കാതെയും ഇരിക്കാൻ വേണ്ടി കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹം മണിച്ചിത്രത്താഴിയിലെ പപ്പുവിനെ പോലെ ചാടി ചാടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. കന്നിമൂലയിലുണ്ടാകുന്ന എന്ത് തെറ്റുകളും ഗൃഹനാഥനെയും നാഥയെയും ബാധിക്കുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂല എന്നാണ് ദീപ്. അവിടെ തന്നെ ഇത്ര കൃത്യമായി ഇത്രയും വലിയ കൂടോത്രം വെക്കാൻ സ്വന്തം പാർട്ടിക്കാർക്കല്ലാതെ ആർക്കാണ് കഴിയുക? ഓരോ തകിടുകളും രൂപങ്ങളും എടുക്കുമ്പോഴും വലിയ വായിൽ കരയുന്ന സിംഹത്തെയാണ് നമ്മൾ കാണുന്നത്. തലയുടെ രൂപമെടുത്തപ്പോൾ തലയ്ക്ക് വലിയ കനമുണ്ട്, വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നായിരുന്നു ദൃക്സാക്ഷി വിവരണം. കാലിന്റെ രൂപം എടുത്തപ്പോൾ കാലിന് നല്ല വേദനയുണ്ടെന്നും നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്നും, കൈയുടെ രൂപം എടുത്തപ്പോൾ കൈ ഉയർത്താൻ പറ്റുന്നില്ല എന്നും, വീണ്ടും വീണ്ടും തകിടുകൾ എടുത്തപ്പോൾ സിംഹത്തിന്റെ ഓരോരോ രോഗങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. സത്യത്തിൽ ഇതാരുടെ പണിയാണെന്ന് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? പക്ഷേ സിംഹത്തിന് എല്ലാം അറിയാം. പണിയൊപ്പിക്കാൻ ഇന്ന് കഴിവുള്ള ഒരേ ഒരാളെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുള്ളൂ. അതാണ് VD സതീശൻ എന്ന് സുധാകരൻ പറയാതെ പറഞ്ഞു വെച്ചു. കാര്യം വേറൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഇങ്ങനെ കിടത്തിയാൽ മാത്രമേ അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു വരുന്നവരിൽ ഒരാളുടെ കുറവുണ്ടാകൂ. അതാണ് ഉദ്ദേശം. അങ്ങനെ കൂടോത്രം വെച്ചാൽ എല്ലാത്തിനെയും ഒതുക്കാം. KPCC ആസ്ഥാനത്തും കൂടോത്രം വെച്ചതായിട്ടാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്. അതിനായി KPCC അവലോകന യോഗം കൂടിയതായിട്ടാണ് അറിവ്. തന്നെയുമല്ല, ഉടൻ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാനുള്ള നീക്കവും KPCC ആയിട്ട് നടത്തുന്നുണ്ട്. മുല്ലപ്പള്ളിക്ക് പണി കൊടുത്തിട്ടാണല്ലോ സുധാകരൻ അവിടേക്ക് എത്തിയത്. അത് പോട്ടെ. കന്നിമൂലയിൽ ഇങ്ങനെ കൂടോത്രം വെച്ചിട്ട് സുധാകരൻ ഇനി അനുഭവിക്കാനൊന്നും ബാക്കിയില്ല. എത്ര കാലമാണ് ലിമോസിനിൽ കയറി അമേരിക്കയിൽ ചികിത്സയ്ക്കായി കറങ്ങിയത്? എന്നിട്ട് തിരികെ വന്നിട്ടോ ആർക്കും ഒരു ശ്രദ്ധയും തൻ്റെ കാര്യത്തിലില്ല. എല്ലാവരോടും തന്നോട് ഒരുമാതിരി ചിറ്റമ്മ നയം പുലർത്തുകയും ചെയ്യുന്നു. എന്തോ ഒരു ആഭിചാരം നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പായിരുന്നു. വായിൽ നിന്ന് തെറി വരുന്നു, ചീത്ത വിളിക്കാൻ ഒരു ത്വര, അനാവശ്യമായി പലതും പറയുന്നു. അതായത് തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ BJPയിൽ ചേരും, RSSനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും, ശാഖകൾക്ക് സംരക്ഷണം നൽകും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. തലയുടെ രൂപത്തിൽ കൂടോത്രം ചെയ്തു വെച്ചതിന്റെ ഫലമായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ ഒരു തലയുടെ ഭാഗമാണല്ലോ. അത് മാത്രമല്ല, തലച്ചോർ ചിന്തിക്കുന്നതാണല്ലോ നാവ് പറയുന്നത്. അതുകൊണ്ട് കൂടോത്രം കാര്യമായി ഏശി എന്ന് തന്നെ കരുതാം. ഇത് ചെയ്തയാളിന് തന്നെയാണ് പലപ്പോഴും കാര്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. തെറി കിട്ടിയത് സതീശന്, മൈക്ക് തട്ടിയെടുത്തത് സതീശനിൽ നിന്ന്. അത്തരം പണികളെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയായി മാറി. എന്തായാലും അത് കണ്ടെടുത്തത് ഇപ്പോഴാണെങ്കിലും അത് കാര്യമായി. അല്ലെങ്കിൽ ഉയിരുകൂടി പോയേനെ എന്നാണ് ഒന്നിനെയും ഭയക്കാതെ നടക്കുന്ന സുധാകരന്റെ, അതായത് കണ്ണൂർ സിംഹത്തിന്റെ വാക്കുകൾ. ഇതൊക്കെയും പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താനോടാണ്. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താന് അത് വിശ്വാസം വന്നില്ല. എല്ലാത്തിൻ്റെയും വീഡിയോ തനിക്ക് കാണണമെന്നാണ് പുള്ളിയുടെ പക്ഷം. കൂടോത്രം കുഴിച്ചിട്ടതിന് ശേഷം സത്യത്തിൽ സുധാകരന് കഷ്ടകാലം തന്നെയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ കടമ്പകളാണ് തരണം ചെയ്യേണ്ടി വന്നിട്ടുള്ളതെന്നറിയോ? അതിനിടയിൽ മോൻസൺ മാവുങ്കലിന്റെ തിരുമ്പ് കേന്ദ്രത്തിൽ പോകേണ്ടി വന്നു. അതിന് എന്തൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കി? അല്ലെങ്കിൽ തന്നെ അയാൾ കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞിട്ടാണോ ആരെങ്കിലും പോകുന്നത്? എല്ലാം കൂടോത്രത്തിന്റെ കളികളാണെന്നേ. എന്തായാലും ഈ കൂടോത്രം സത്യത്തിൽ ഫലിച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്. ഇതോടെ നേതാക്കന്മാർ തമ്മിൽ കുറച്ചു മാത്രം ഉണ്ടായിരുന്ന പരസ്പര വിശ്വാസം ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയും പല നേർച്ചകളും വഴിപാടുകളും നടത്താനുള്ള ഒരുക്കത്തിലാണ് പലരും. അതും സുധാകരന് അറിയാം. മുട്ടയിൽ ചിലപ്പോൾ ചില പ്രയോഗങ്ങൾ നടത്താനും സാധ്യതയുണ്ട്. അതിന് എവിടെയാണ് കുഴിച്ചിട്ടത് എന്നുള്ള അന്വേഷണവും സുധാകരൻ ആരംഭിച്ചിട്ടുമുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഹസനെ വെറുപ്പിച്ചിട്ടാണല്ലോ വീണ്ടും ആ കസേരയിലേക്ക് എത്തിയത്. ഉയിര് കിടക്കുന്ന തന്നെ ഭാഗ്യം, അല്ലാതെ എന്താ പറയുക. എന്തായാലും ഇതൊക്കെ സംഭവിച്ചത് ഈ കാലത്താണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കോൺഗ്രസിനെ നമിക്കാൻ തോന്നുന്നത്. മതേതര പാർട്ടി, സെമി കേഡർ പാർട്ടി, അങ്ങനെ എന്തൊക്കെയോ വലിയ ആശയങ്ങളായിരുന്നു നമ്മുടെ സിംഹത്തിന്റെ മനസ്സിൽ. പക്ഷേ ചെയ്യുന്നതെല്ലാം അബദ്ധം തന്നെയായിരുന്നു. സമരാഗ്നി തിരുവനന്തപുരത്ത് തല്ലിക്കെടുത്താൻ നോക്കിയപ്പോഴും അബദ്ധം പറ്റി. എല്ലാവരും പ്രസംഗിച്ചിട്ട് പോയി, കൂടെ കേൾക്കാനിരുന്നവരും. അപ്പോഴാണ് സുധാകരന്റെ, അതായത് കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രസംഗം വന്നത്. അധ്യക്ഷൻ കരുതി എല്ലാവരും തന്റെ പ്രസംഗത്തിന് വേണ്ടി കാതോർത്തിരിക്കുമെന്നും. പക്ഷെ അതുണ്ടായില്ല. പ്രവർത്തകരെല്ലാം മൂട്ടിലെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോയി. അത് അധ്യക്ഷനെ വല്ലാതെ ക്ഷുഭിതനാക്കി. തന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. വലിയ കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഓടിയത് വലിയ പാടുള്ള കാര്യമാണ്. നിരവധി ത്യാഗങ്ങളും നൊമ്പരങ്ങളും അനുഭവിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പറഞ്ഞതൊക്കെയും കേട്ടത് ചെവിയില്ലാത്ത പാവം പിടിച്ച കുറച്ച് കസേരകളാണ് എന്ന് മാത്രം. അത് കഴിഞ്ഞാണ് VD സതീശൻ എത്തിയത്.
അധ്യക്ഷൻ അത്രയും പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാതെ പറഞ്ഞു. വലിയ ചൂടാണ്, ഇത്രയും നേരം പ്രവർത്തകർ കാത്തിരുന്നു, ഇനിയിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഇതിനേക്കാൾ ഭേദം അധ്യക്ഷന്റെ ചെകിട്ടത്ത് അടിക്കുന്നതായിരുന്നു എന്ന് ബാക്കിയുള്ള പ്രവർത്തകർ ചെറിയ ചിരി മറച്ചു പിടിച്ച് പറഞ്ഞു. അങ്ങനെ അവിടെയും അധ്യക്ഷനെ തകർത്ത് തരിപ്പണമാണ്. അപ്പോഴൊന്നും പാവം അധ്യക്ഷൻ അറിഞ്ഞില്ല കന്നിമൂലയിൽ ബിരുദന്മാർ കുഴിച്ചിട്ട തകിടിന്റെ ഫലമാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ പരിഹാരക്രിയകൾ ഓരോന്നായി ചെയ്തു തുടങ്ങണം. വല്ല അമേരിക്കയിലോ ലണ്ടനിലോ സ്വീഡനിലോ ഒക്കെ പോയാലേ ഈ പരിഹാരക്രിയകൾ പൂർത്തിയാകും. എന്നാൽ ഇത്തരം പണി വെച്ചത് ആരാണെന്ന് കമ്പനിക്ക് പിടികിട്ടില്ലെങ്കിലും നാട്ടുകാർക്ക് പിടികിട്ടിയിട്ടുണ്ട്. കൂടോത്രം പേടിച്ചിട്ട് പാവം കുമ്പക്കടി സുധാകരൻ തിരുവനന്തപുരത്ത് വാടക വീട്ടിലേക്ക് ആരും അറിയാതെ താമസം മാറിയെന്നാണ് കേൾക്കുന്നത്. കാറിൽ കൂടോത്രം വെച്ചിട്ടുണ്ടെന്നുള്ള പേടിയിൽ ഊബർ വിളിച്ചിട്ടാണത്രേ ഇപ്പോൾ യാത്ര.